Morning, dear students. Skeletal system. We have studied about skeletal system in the last class. Skeletal system consists of bones, cartilage and ligaments, and it is composed of 206 named bones grouped into axial skeleton and appendicular skeleton. Axial skeleton ഒരു 80 ബോൺസും appendicular skeleton 126 ബോൺസുമാണ് ഉള്ളത്. Okay. Now we'll study about axial skeleton. Axial skeleton formed by 80 named bones consist of skull, vertebral column and bony thorax. Skull ഉണ്ട്, വെർട്ടിബ്രൽ കോളം ഉണ്ട്, ബോണി തൊറാക്സ് ഉണ്ട്. ഇതാണ് എന്ത് ആക്സിയൽ സ്കെലിറ്റൻ. ഇതിൽ 80 ബോൺസ് ആണ് നെയിംലി ഉള്ളത്. ഓക്കെ, സോ സീ ദ പിക്ചർ. സ്കെലിറ്റൽ സിസ്റ്റം. ബോൺ മാർക്കിങ്സ്. പ്രൊജക്ഷൻസ് that provide attachment for muscles and ligaments, projections that helps to form joints, and depressions for passage of nerves and blood vessels. Okay, so ഇതിൽ കുറേ ഡിപ്രഷൻസും ഓപ്പണിങ്സും ഒക്കെ ഉണ്ട്. നെർവ്സും ബ്ലഡ് വെസൽസിനും ഒക്കെ മൂവ് ചെയ്യാനായിട്ട് കുറേ പ്രൊജക്ഷൻസ് ഉണ്ട്. മസിൽസിനും ലിഗമെൻസിനും ഒക്കെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സം പ്രൊജക്ഷൻസ് to form joints. Is it clear? Now we will look onto the skull. Skull is formed by the cranial and facial bones. Cranial എന്ന് പറഞ്ഞാൽ തലയുടെ ഭാഗം, facial എന്ന് പറഞ്ഞാൽ മുഖത്തിൻ്റെ ഭാഗത്തുള്ള ബോൺസ്. ഇങ്ങനെ രണ്ട് ബോൺസ് ചേർന്നിട്ടാണ് സ്കള്ള് ഉണ്ടായിട്ടുള്ളത്. Cranium serves to enclose the brain and provides attachment to the sides for some head and neck muscles. സോ ഇതിൻ്റെ ഉള്ളിലാണ്, ക്രേനിയത്തിനുള്ളിലാണ് എന്തുള്ളത്, നമ്മുടെ ബ്രെയിൻ ഉള്ളത്. പിന്നെ ഇത് മസിൽസിനെ, ഹെഡിലെയും നെക്കിലെയും മസിൽസിനൊക്കെ അറ്റാച്ച്മെൻറ്റ് കൊടുക്കുന്നു. ഇതാണ് ക്രേനിയത്തിൻ്റെ ഡ്യൂട്ടി. ഓക്കെ, ആൻഡ് ഫേഷ്യൽ ബോൺസ് സെർവ്സ് ടു form the framework of the face, form the cavities for the sense organs of sight, taste and smell, provide openings for the passage of air and food, hold the teeth in place, anchor the muscles of face. ഇതൊക്കെയാണ് ഫേഷ്യൽ ബോൺസിൻ്റെ ഡ്യൂട്ടി. നമ്മുടെ ഫേസ് ഇങ്ങനെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഫേഷ്യൽ ബോൺസിൻ്റെ സ്ട്രക്ചറിനനുസരിച്ചിട്ടില്ലേ. പിന്നെ കുറേ എന്തുണ്ട്, ക്യാവിറ്റീസ് ഉണ്ട്. നമ്മുടെ കാഴ്ച, കണ്ണിന്, ടേസ്റ്റ്, മൗത്ത്, സ്മെല്ല്, നോസ് അല്ലേ. അപ്പോൾ അതിലൊക്കെ ഫേഷ്യൽ ബോൺസാണ് ഈ ക്യാവിറ്റീസൊക്കെ ഫോം ചെയ്യുന്നത്. പിന്നെ എയറിനും ഫുഡിനുള്ള പാസേജ് ഉണ്ടാക്കുന്നുണ്ട്, പല്ലുകളെ സ്ഥാനത്ത് നിർത്തുന്നുണ്ട്. പിന്നെ ആങ്കർ ദ മസിൽസ് ഓഫ് ഫേസ്. സോ facial bones forms the anterior aspect of the skull. Okay, സ്കള്ളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഫേഷ്യൽ ബോൺസും ക്രേനിയൽ ബോൺസും. ഫേഷ്യൽ ബോൺസ് ഫോംസ് ദി ആൻറ്റീരിയർ ആസ്പെക്ട് ആൻഡ് ക്രേനിയം is divided into cranial vault and the base. Internally, prominent bony ridges divide the skull into different distinct fossae. The skull contains smaller cavities like middle and inner ear cavities, nasal cavity, orbits, air-filled sinuses, etc. And it contains approximately 85 named openings. Foramina, canals, fissures എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ട്. Provide opening for the important structures like spinal cord, blood vessels serving the brain and 12 pairs of cranial nerves. ഏതാണ്ട് വലിയ സ്ട്രക്ചറായ സ്പൈനൽ കോഡിനും പിന്നെ ബ്ലഡ് വെസൽസ്, ക്രേനിയൽ നെർവ്സ്, ഇതിനൊക്കെ
എന്താണ് ഓപ്പണിങ്സ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ദ ക്രേനിയൽ ഈസ് ഫോംഡ് ബൈ 8 ലാർജ് ബോൺസ്. 2 പെയർഡ് ബോൺസ് ഉണ്ട്, ടെമ്പറൽ ബോണും പെറൈറ്റൽ ബോണും. അപ്പോൾ എത്രയായി? 4 എണ്ണമായി. 2 ടെമ്പറൽ ബോണും 2 പെറൈറ്റൽ ബോണും. പിന്നെ 4 അൺപെയർഡ് ബോണുണ്ട്. ഒരു ഫ്രോണ്ടൽ ബോൺ, ഒരു ഓക്സിപിറ്റൽ ബോൺ, ഒരു സ്ഫിനോയിഡ് ബോൺ ആൻഡ് ഒരു എത്തമോയിഡ് ബോൺ. ഇതൊക്കെ ചേർന്നാണ് എന്ത്? ക്രേനിയം ഉണ്ടാവുന്നത്. ടെമ്പറൽ ബോൺ 2 എണ്ണം, പെറൈറ്റൽ ബോൺ 2 എണ്ണം, ദെൻ ഫ്രോണ്ടൽ ബോൺ 1, ഓക്സിപിറ്റൽ ബോൺ 1, സ്ഫിനോയിഡ് ബോൺ 1, എത്തമോയിഡ് ബോൺ 1. എന്താണ് ഫ്രോണ്ടൽ ബോൺ എന്ന് നോക്കാം. ഫ്രോണ്ടൽ ബോൺ ഫോംസ് ദ ഫോർഹെഡ് ആൻഡ് റൂഫ് ഓഫ് ദി ഓർബിറ്റ്സ്. നമ്മുടെ നെറ്റിയുടെ ഭാഗത്തുള്ള ബോണാണ് എന്ത്? ഫ്രോണ്ടൽ ബോൺസ്. Internally, it contributes to the anterior cranial fossa and it contains frontal sinuses. Okay. Then what is parietal bone എന്ന് നോക്കാം. Parietal bone എന്ന് പറഞ്ഞാൽ എന്താണ്? superior and lateral aspect of the skull-ലുള്ള paired bone ആണ് എന്ത്? parietal bone. ഓക്കെ, അതിൻ്റെ സൂച്ചേഴ്സിനെ കുറിച്ചൊന്നും നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതില്ല. ആൻഡ് ഓക്സിപിറ്റൽ ബോൺസ് ഫോംസ് ദ പോസ്റ്റീരിയർ പോർഷൻ ഓഫ് ദ ക്രേനിയം. നമ്മുടെ ബാക്കിൽ മണ്ടക്കടിവ് എന്നൊക്കെ പറയുന്നില്ലേ, ആ ഭാഗമാണ് എന്ത്? ഓക്സിപിറ്റൽ ബോൺ. ഫോംസ് ദ പോസ്റ്റീരിയർ പോർഷൻ ഓഫ് ദ ക്രേനിയം ആൻഡ് ക്രേനിയൽ ബേസ്. ഇറ്റ് ആർട്ടിക്കുലേറ്റ് വിത്ത് ദി ടെമ്പറൽ ബോൺസ് ആൻഡ് parietal bones and it forms the posterior cranial fossa. And foramen magnum, അതായത് നമ്മുടെ സ്പൈനൽ കോഡ് വരുന്ന ഭാഗം, ബ്രെയിനിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് സ്പൈനൽ കോഡ് വരുന്ന ഭാഗമാണ് ആ വലിയൊരു ഓപ്പണിംഗ് ആണ് സ്കള്ളിലുള്ള ഫോറാമൻ മാഗ്നം. അത് എവിടെയാണുള്ളത് നിങ്ങൾക്കറിയാം, സ്കള്ളിലെ ഓക്സിപിറ്റൽ ബോണിലാണ് ഫോറാമൻ മാഗ്നം ഉള്ളത്. ഓക്കെ, so we'll go into the temporal bones lie inferior to the parietal bone. parietal bone താഴെ ആയിട്ടുള്ള ബോൺസ് ആണ് എന്ത്? ടെമ്പറൽ ബോൺസ്. നമ്മൾ പറഞ്ഞു പിന്നെ parietal ബോൺസും ടെമ്പറൽ ബോൺസും ഈ രണ്ടെണ്ണം ഉണ്ടെന്നല്ലേ. ഓക്കെ, സോ we'll look into the picture. See, frontal bone is in yellow color. നമ്മുടെ നെറ്റിയുടെ ഭാഗത്തുള്ളതാണ്. ഓക്സിപിറ്റൽ ബോൺ എന്ന് പറഞ്ഞാൽ നമ്മളെ പിന്നിലുള്ളതാണ്, പച്ച കളറിൽ കാണുന്നതാണ്. ദെൻ 2 പെറൈറ്റൽ ബോൺ ഉണ്ടെന്ന് പറഞ്ഞു, നമ്മുടെ മൂർധാവിൻ്റെ ഭാഗത്താണ് 2 എണ്ണം, മറ്റേ ഭാഗത്തുമുണ്ട്. ഓക്കെ, ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് എന്ത്? പെറൈറ്റൽ ബോൺ. ദെൻ ഒരു ഓറഞ്ച് കളറിൽ കാണുന്നതാണ് ടെമ്പറൽ ബോൺ. പെറൈറ്റൽ ബോണിൻ്റെ ഇൻഫീരിയർ ആയിട്ടാണ് കാണുന്നതാണ് എന്ത്? ടെമ്പറൽ ബോൺ. നമ്മുടെ ചെവിയുടെ ഭാഗമാണ് എന്ത്? സ്കള്ളിലെ ടെമ്പറൽ ബോൺ ഉള്ളത്. ഇപ്പോൾ ക്ലിയർ അല്ലേ? വി വിൽ ഗോ ആൻഡ് ലുക്ക് ഇൻ ടു ദി ഫേഷ്യൽ ബോൺസ്. ഫേഷ്യൽ ബോൺസിൽ അൺപെയർഡ് ബോൺസും ഉണ്ട്, പെയർഡ് ബോൺസും ഉണ്ട്. പെയർഡ് ബോൺസ് എന്തിനു വേണ്ടിയിട്ടാണ്? സിമ്മെട്രി നിലനിർത്താൻ വേണ്ടിയിട്ടാണല്ലേ. ഒരു ഭാഗം 2 ഭാഗം ഒരേപോലെ ആയിട്ടില്ലേ. മാൻഡിബിൾ, നമ്മുടെ താടിയല് പറയുന്നത്, അത് അൺപെയർഡ് ബോണാണ്. പിന്നെ ഒരു വോമർ, അതൊന്നും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, പെയർഡ് ബോൺസ് എന്ന് പറഞ്ഞാൽ മാക്സില്ല, സൈഗമാറ്റിക് ബോൺസ്, നേസൽ ബോൺസ്, ലാക്രിമൽ ബോൺസ്, പാലറ്റൈൻ ബോൺസ്, ഇൻഫീരിയർ നേസൽ കോങ്കേ എന്നൊക്കെ പറയുന്നതാണ് എന്ത്? ഫേഷ്യൽ ബോൺസിലെ പെയർഡ് ബോൺസ്. അതിൽ വലിയ ബോൺസ് ഏതൊക്കെയാണെന്ന് നമുക്ക് പിക്ചറിലൂടെ നോക്കാം. ഓക്കെ, സി ദി പിക്ചർ. നേസൽ ബോൺസ്, നമ്മുടെ മൂക്കിൻ്റെ പാലത്തിൻ്റെ അവിടെയുള്ള ബോണാണ് നേസൽ ബോൺസ്. കണ്ണിൻ്റെ ഓർബിറ്റിൻ്റെ ഉള്ളിലേക്കായിട്ട്, കണ്ണ് നിൽക്കുന്ന ആ ഓർബിറ്റൽ ഫോഴ്സിൻ്റെ ഉള്ളിലേക്കായിട്ടുള്ള ബോണാണ് ലാക്രിമൽ ബോൺ. ദെൻ മാക്സില, യെല്ലോ കളറിൽ കാണുന്ന ബോണാണ്, പെയർഡ് ബോണാണ് എന്ത്? മാക്സില. നമ്മുടെ അപ്പർ ടീത്ത് ബെയർ ചെയ്യുന്നത് മാക്സിലയിലാണ്. ദെൻ മാൻഡിബിൾ എന്ന് പറഞ്ഞാൽ അൺപെയർഡ് ബോണാണെന്ന് പറയുന്നത്. വയലറ്റ് കളറിൽ കാണുന്നതാണ് എന്ത്? മാൻഡിബിൾ. നമ്മുടെ ലോവർ ടീത്ത് ഉള്ളത് എവിടെയാണ്? മാൻഡിബിളിലാണ്. ദെൻ സൈഗോമാറ്റിക് ബോൺ. സൈഗോമാറ്റിക് ബോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെവിയുടെ ഭാഗത്തേക്ക് പോകുന്ന ഈ ചീക്കിലുള്ള ബോണാണ് സൈഗമാറ്റിക് ബോൺ. ഇതെന്താണെന്നൊക്കെ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. മാക്സില്ല, മാൻഡിബിൾ, സൈഗമാറ്റിക് ബോൺ, അങ്ങനെ മേജറായിട്ടുള്ള ബോൺസൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ?
നെക്സ്റ്റ് ബോൺ മാൻഡിബിൾ. മാൻഡിബിൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നേരത്തെ താടിയല്. ദ ലോവർ ജോ ബോൺ ഇസ് ദ ലാർജസ്റ്റ് ആൻഡ് സ്ട്രോങ്ങസ്റ്റ് ഫേഷ്യൽ ബോൺ. ഒരു ഹൊറിസോണ്ടൽ ബോഡിയും രണ്ട് അപ്പർ റാമയുണ്ട്, കണ്ടോ? ഇതാണ് മാൻഡിബിൾ. ലോവർ ടീത്ത് ഉള്ള ബോണാണ് മാൻഡിബിൾ. ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ നെക്സ്റ്റ് ഫേഷ്യൽ ബോൺസ് ഏതൊക്കെയാണ്? Zygomatic bone from lateral forms the lateral wall of the orbit, nasal bones, lacrimal bones and palatal bones. Nasal bones forms the bridge of the nose. Lacrimal bone is located in the medial orbital walls and palatal bones complete the posterior part of the hard palate. Okay, ഇതാണ് മറ്റുള്ള ഫേഷ്യൽ ബോൺസ്. ഓക്കെ. അടുത്തായി നമ്മൾ വെർട്ടിബ്രൽ കോളം, അതായത് നമ്മുടെ നട്ടെല്ല്, അത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ഇറ്റ്സ് ഫോംഡ് ബൈ 26 ബോൺസ് ഇൻ ദി അഡൽട്ട് ആൻഡ് ഇറ്റ് ട്രാൻസ്മിറ്റ് വെയ്റ്റ് ഓഫ് ദ ട്രങ്ക് ടു ദി ലോവർ ലിം. നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കാലുകളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആരാണ്? സ്പൈനൽ ഓർ വെർട്ടിബ്രൽ കോളമാണ്. വെർട്ടിബ്രൽ കോളം എന്ന് പറഞ്ഞാൽ സ്പൈനൽ കോളം എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നാണ്. ഇറ്റ് സറൗണ്ട്സ് ആൻഡ് പ്രൊട്ടക്ട് ദി സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡ് നമുക്കറിയാം, ഈ സുഷുമ്നാ നാഡി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒരു മേജർ വൈറ്റൽ സ്ട്രക്ചറാണ് അല്ലേ? അതിനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ തളർന്നു പോലെ. അപ്പോൾ അതിന് എന്ത് വേണം? ബ്രെയിനിനെ പോലെ തന്നെ നല്ല പ്രൊട്ടക്ഷൻ വേണം. അപ്പോൾ അത് ആരാണ് കൊടുക്കുന്നത്? വെർട്ടിബ്രൽ കോളമാണ്. ഈ വെർട്ടിബ്രൽ കോളത്തിൻ്റെ ഉള്ളിലാണ് ഇതുള്ളത്. സ്കള്ളിൻ്റെ ക്രേനിയത്തിൻ്റെ ഉള്ളിലാണ് ആരുള്ളത്? ബ്രെയിൻ ഉള്ളത്. നല്ലോണം പ്രൊട്ടക്റ്റഡ് ആണല്ലേ? അതേപോലെ തന്നെ ഈ സ്പൈനൽ കോഡും ഇതിൽ നന്നായിട്ട് പ്രൊട്ടക്റ്റഡ് ആണ്. ഓക്കെ. വെർട്ടിബ്രൽ കോളം serves as attachment for the muscles of neck and back and it is held in position by ligaments. കുറേ ലിഗമെൻറ്റ്സ് ഉണ്ട്. അതാണ് ഈ കുറേ ചെറിയ ചെറിയ കഷ്ണങ്ങളായി 26 കഷ്ണങ്ങളെ ഒരൊറ്റ നട്ടെല്ലായിട്ട് അല്ലേ? കശേരുക്കളെയും ഒരൊറ്റ നട്ടെല്ലായിട്ട് യോജിപ്പിച്ച് നിർത്തുന്ന ആരാണ്? കുറേ ലിഗമെൻറ്റ്സ് ആണ്. ലിഗമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ദ സ്ട്രക്ചേഴ്സ് ദാറ്റ് കണക്ട്സ് ബോൺ ടു ബോൺ. ടെൻഡൻ എന്ന് പറഞ്ഞാൽ മസിൽ ടു ബോൺ. ഓക്കെ. ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ലോഞ്ചിറ്റ്യൂഡിനൽ ലിഗമെൻറ്റും ലിഗമെൻറ്റം ഫ്ലേവം, അങ്ങനെ ഈ രണ്ട് ടൈപ്പിലുള്ള ലിഗമെൻറ്റ്സ് ആണ് ഈ വെർട്ടിബ്രൽ കോളം ആക്കിയിട്ട് നിലനിർത്തുന്നത്. ഓക്കെ. സീ ദ പിക്ചർ ഓഫ് ദ വെർട്ടിബ്രൽ കോളം. കുറേ വളവും തിരിവും ഒക്കെ ഉണ്ടല്ലേ? നേരെയല്ല. വിൽ ലുക്ക് ഇൻ ടു ദാറ്റ് ലേറ്റർ ഓൺ. ഓക്കെ. അപ്പോൾ ഇതുവരെ പറഞ്ഞതൊക്കെ ക്ലിയർ അല്ലേ? സോ നമ്മളിനി ഇൻഡോ വെർട്ടിബ്രൽ ഡിസ്ക് എന്താണെന്ന് നോക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഡിസ്ക് പ്രൊലാപ്സ് ആണ്, ഭയങ്കര വേദനയാണെന്നൊക്കെ അല്ലേ? IVDP കേട്ടിട്ടുണ്ടോ? ഇൻഡോ വെർട്ടിബ്രൽ ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു കുഷൻ ലൈക്ക് പാഡ്സ് ആണ് ബിറ്റ്വീൻ ടു വെർട്ടിബ്ര. രണ്ട് കശേരുക്കളുടെ ഇടയിലുള്ള ഒരു കുഷൻ, അതിന് വേറും ടയറും ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഷൻ ലൈക്ക് സ്ട്രക്ചറാണ്. ഇറ്റ് ആക്ട് ആസ് എ ഷോക്ക് അബ്സോർബർ ആൻഡ് ഇറ്റ് കമ്പോസ്ഡ് അബൌട്ട് 25% ഓഫ് ഹൈറ്റ് ഓഫ് ദ വെർട്ടിബ്രൽ കോളം. ഓക്കെ. ഒരു വെർട്ടിബ്രൽ കോളത്തിൻ്റെ 25% എന്താണ്? വെർട്ടിബ്രൽ ഡിസ്ക്കാണ്. ബാക്കിയാണ് എന്ത്? ബോൺ. ഇത് ബോണിന് വെർട്ടിബ്രൽ കോളത്തിന് ഫ്ലെക്സിബിലിറ്റി നൽകുന്നതും ഒരു ഷോക്ക് അബ്സോർബറായിട്ട് ആക്ട് ചെയ്യുന്നതും ഒക്കെ ആരാണ്? ഇൻഡോ വെർട്ടിബ്രൽ ഡിസ്ക്കാണ്. രണ്ട് വെർട്ടിബ്രേൻ്റെ ഇടയിലുള്ള പിന്നെ ന്യൂക്ലിയസ് പൾപ്പോസസ് ആനുലസ് ഫൈബ്രോസിസ് എന്നൊക്കെ പറയുന്ന രണ്ട് ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള എന്താണ്? ഡിസ്ക് ലൈക്ക് സ്ട്രക്ചറാണ് ഇൻഡോ വെർട്ടിബ്രൽ ഡിസ്ക്. സീ ദ പിക്ചർ. രണ്ട് വെർട്ടിബ്രൽ ഇടയിൽ കാണുന്ന സ്ട്രക്ചർ കാണുന്നില്ലേ? ക്ലിയർ അല്ലേ? ഇതാണ് വെർട്ടിബ്രൽ ഡിസ്ക്. ഇനി റീജിയൻസ് ആൻഡ് നോർമൽ കവേച്ചേഴ്സ് ഓഫ് ദി വെർട്ടിബ്രൽ കോളം എന്താണെന്ന് നോക്കാം. ഒരു വെർട്ടിബ്രൽ കോളം നോർമലി അബൌട്ട് 70 സെൻറ്റിമീറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ 28 ഇഞ്ചസ് ആണ് വെർട്ടിബ്രൽ കോളത്തിൻ്റെ നീളം, ലെങ്ത് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 5 മേജർ റീജിയൻസ്. ഓക്കെ. ഇത് നിങ്ങൾക്ക് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. 7 സർവൈക്കൽ വെർട്ടിബ്രേ, 12 thoracic vertebrae and 5 lumbar vertebrae and sacral vertebrae, coccyx.
ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സർവൈക്കൽ 7, ലംബാർ thoracic 12, lumbar 5 ആൻഡ് കോക്സിക്. അങ്ങനെ 5 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സീ ദ പിക്ചർ, കണ്ടോ? അപ്പോൾ അവിടെ കുറേ കർവേച്ചേഴ്സ് ഒക്കെ കാണുന്നുണ്ടോ? കുറേ വളവും തിരിവൊക്കെ. സോ 4 distinct curvatures gives vertebrate column and S shape. See, cervical and lumbar curvature are concave posteriorly and thoracic and sacral curvatures are convex posteriorly. എന്താണ് ഈ കോൺകേവ്, എന്താണ് കോൺവെക്സ് എന്നൊക്കെ അറിയില്ലേ? ഇത് കാണുന്ന സമയത്ത് ഒരു എസിൻ്റെ ഒരു ഷേപ്പ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഓക്കെ, ഇതാണ് നോർമൽ സ്പൈനൽ കർവേച്ചേഴ്സ്. ഇതിന് എന്തെങ്കിലും സംഭവിച്ചാലാണ് എന്ത് സംഭവിക്കുക? പോസ്ചറൽ ഡിഫോമിറ്റീസ് ഒക്കെ സംഭവിക്കുക. നമ്മൾ കഴിഞ്ഞ പോസ്ചറിൻ്റെ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? സോ ഈ ഓരോ റീജിയൻസിനും പ്രത്യേകിച്ചുള്ള ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, ചില റീജിയൻസ് ഭയങ്കര സ്റ്റിഫാണ്, ചില റീജിയൻസ് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഓരോന്നിനും ഓരോ ഭാഗങ്ങൾക്കും ഓരോ ഫങ്ഷൻസ് ഉണ്ട്. പിന്നെ നമ്മളെ സ്പൈനിൽ മെയിനായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണ് ഫ്ലെക്ഷൻ, എക്സ്റ്റൻഷൻ, ലാറ്ററൽ ഫ്ലെക്ഷൻ ആൻഡ് റൊട്ടേഷൻ ഇൻ ദി ലോങ് ആക്സിസ്. ഇതൊക്കെയാണ് സ്പൈനൽ ഇതിലുള്ള സ്പൈനൽ കോളത്തിൽ ഉള്ള മൂവ്മെൻറ്റ്സ്. ഫ്ലെക്ഷൻ എന്ന് പറഞ്ഞാൽ മുന്നോട്ട് ബെൻഡ് ചെയ്യുന്നതാണ്. എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് പുറകോട്ട് ബെൻഡ് ചെയ്യുന്നത് അഥവാ നിവർത്തുന്നതിനെയാണ്. ദെൻ ലാറ്ററൽ ഫ്ലെക്ഷൻ എന്ന് പറഞ്ഞാൽ സൈഡിലോട്ട് ബെൻഡ് ചെയ്യുന്നത്. ദെൻ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ തിരിയുന്നതാണ്. ഓക്കെ, സോ നമ്മളിനി ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സർവൈക്കൽ വെർട്ടിബ്രസ് ഏതൊക്കെയാണ്, തൊറാസിക് വെർട്ടിബ്രസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടെ, പിന്നെ തൊറാസിക് ഏജ് എന്താണ്, അതിലുള്ള ബോൺസ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഇത്രയും കാര്യങ്ങൾ പിന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് കേൾക്കുക, നോട്ട്സ് എഴുതി എടുക്കുക. ഓക്കെ, താങ്ക് യു.